ഇതിന് ആദ്യം ഷൂട്ട് ചെയ്ത ഒരു ഓട്ടമാണല്ലോ, റബ്ബർ കാട്ടിലൂടെ 200 മീറ്റർ ഓട്ടമാണല്ലോ. അപ്പൊ ഈ സ്വയം ഒരു ജഡ്ജ്മെന്റില് ഈ പടത്തിൽ ഓടാനുള്ളതുണ്ട്, അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു? അല്ല, ഒരു സിനിമയ്ക്ക് ഞാൻ ഓടിയതുകൊണ്ടൊരു സിനിമ ഓടുന്നു എന്ന് പറയുന്നത് അത് ആ കണ്ടന്റ്, ആ സ്റ്റോറി എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. പിന്നെ ഈ കഥയില് ചില സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട്. അപ്പൊ ഓടിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാൾ എന്ന് പറയുന്ന പല അവസ്ഥകളിൽ നമ്മൾ ചിലപ്പോൾ ഓടിയെന്നിരിക്കും. രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. പ്രൊഡ്യൂസർ ഓടാതിരിക്കുക, പ്രൊഡ്യൂസർ ഡയറക്ടർ ഓടിക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഇന്റർവ്യൂ കാണുമ്പോൾ ഇനി വരുന്ന പ്രൊഡ്യൂസർമാര് രാവിലെ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയരുത്. എല്ലാ പടത്തിലും എന്നെ ഇട്ട് ഓടിക്കും. അങ്ങനെ ഓടുന്ന സിനിമയല്ല, ഓടുന്ന സിനിമയാണ് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയരുത്. അത് ആ സിനിമ ആവശ്യപ്പെടുന്ന ഓട്ടോ നമ്മൾ ഓടുന്നില്ല. ഏത് കഥയും ഞാൻ നമ്മള് സീരിയസ് ആയിട്ട് സിനിമയിലുണ്ട്. ദിലീപിന് നമുക്ക് എല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനമാണല്ലോ ബേസിക്കലി മനുഷ്യന്മാർക്ക്. ദിലീപിന്റെ പടം കാണുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് മനസ്സമാധാനമാണ്. ദിലീപിന്റെ ഈയിടെയായിട്ട് ചെയ്യുന്നൊക്കെ കത്തിക്കുത്ത് വെടിയുണ്ട ബോംബ് പോലത്തെ പറയരുത്. നമ്മള് ഇതിന് ഇപ്പൊ തൊട്ട് മുമ്പ് വന്നത് കേശു വീടിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ. അത് നിങ്ങൾക്ക് സമാധാന സന്തോഷമൊക്കെ ഇടയ്ക്ക് തന്നതല്ലേ. അടുത്തത് പവി വരുന്നുണ്ട്. ഇതിന് ഒരു സമാധാനക്കേടുമില്ല. നീ പറഞ്ഞ ഒന്നും ഇതിലില്ല. അടി വെടി അങ്ങനെയൊന്നുമില്ല. ഇതില് ഒരു മാസ് അങ്ങനത്തെ സിനിമയല്ല ഇത്. ഇത് മനുഷ്യ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള, നമുക്ക് എല്ലാവർക്കും കുടുംബമുള്ളതല്ലേ. അപ്പൊ കുടുംബമുള്ള എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നുള്ളതാണ് ഇത്. അതാ നേരത്തെ പറഞ്ഞത്, ഏത് നിമിഷത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മള് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു രാത്രിയിൽ നടക്കുന്നത്. അപ്പൊ അത് പല ആൾക്കാരുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് നമ്മളെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മള് മനസ്സാവിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് എവിടേക്ക് എന്തൊക്കെ എപ്പോഴാ വന്നതെന്നൊന്നും പറയാൻ പറ്റൂല. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷെ ഇത് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ അനൗൺസ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ചർച്ച വന്നപ്പോഴാണ് പല ആൾക്കാരും അത് പോയി തങ്കമണി എന്താ നോക്കിയത്. അല്ലേ, ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ഈ 80s നടക്കുന്ന ഒരു സ്റ്റോറിയാണല്ലോ. അപ്പം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി ആ കാലഘട്ടത്തിലേക്ക് പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അവര് ഒരു കട്ടപ്പന ഈ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലം നമ്മള് ഒരു 3-3.5 ഏക്കർ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ടൗൺഷിപ്പ് അതിനോട് മാച്ച് ചെയ്ത് നമ്മൾ സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അത് ചെയ്തെല്ലാം മനോജ് ജഗതാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ചൗധരി സാറിൻ്റെ സൂപ്പർ ഗുഡ് ഫിലിംസും അതുപോലെ തന്നെ റാഫിക്ക ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുജിത്ത്, എല്ലാവരും ഈ സിനിമ ഗംഭീരമാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇതിൻ്റെ വിജയമാണോ പരാജയമാണോ ഏത് രീതിക്ക് ഈ സിനിമ പോകുന്നു നമുക്കറിയില്ല. നമ്മൾ ഈ സിനിമയെ സത്യസന്ധമായി ഇതിനോട് നീതി പുലർത്തി ഈ സിനിമ കൊണ്ടുവരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും ഈ സിനിമ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ട്, ഇത് ഈ സിനിമ റിലീസായതിനു ശേഷം ഇതൊരു എങ്ങനെയെങ്കിലും കോൺട്രവേഴ്സി ആവോ, അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ? അല്ല, നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്ന കോൺട്രവേഴ്സി സബ്ജക്റ്റിൽ തന്നെയാണ്. കോൺട്രവേഴ്സി അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ കേസ് വന്നത്. ഇല്ലേ പിന്നെ അതൊന്നും വരില്ലല്ലോ. പക്ഷെ കേസ് അവന് വിജയിച്ചെങ്കിൽ തകർന്നു. പേര് മാറ്റല്ലേ, എന്റെ പേര് തങ്കച്ച. വളരെ സീരിയസ് ആയിട്ടൊരു ചോദ്യം പോയി കണ്ടു. അപ്പൊ അതെ, നമുക്കേ താഴെ പോണ്ടേ? നമുക്ക് ഓഡിയോ 6:30 വെച്ചിരുന്നതാണ്. അപ്പം നിർത്താം നമുക്ക്. അല്ലല്ല, വേറെ എന്തെങ്കിലും